നമസ്കാരം. ഞാൻ ഡോക്ടർ പി വി മജീദ്. ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കൃത്യമായി എത്ര വർഷങ്ങളാണ് ഇപ്പോൾ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലോ വായിലോ ഉള്ള വിഷമല്ല നിങ്ങളെ സാവധാനം മരണത്തിലേക്ക് തള്ളിവിടുന്നത്. നിങ്ങളുടെ സ്വന്തം തലച്ചോറിനുള്ളിൽ നിങ്ങൾ പോലും അറിയാതെ ദിവസവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു നിശബ്ദ കൊലയാളിയാണ് അതിൻ്റെ പിന്നിൽ. അതെ, ഭയവും പിരിമുറുക്കവും. ഇത് വെറുമൊരു മാനസിക അവസ്ഥയല്ല, നിങ്ങളുടെ കോശങ്ങളെ ജീവനോട് ദഹിപ്പിക്കുന്ന, നിങ്ങളുടെ ആയുസ്സിനെ വെട്ടിമുറിക്കുന്ന ഒരു ശാസ്ത്രീയ യാഥാർത്ഥ്യമാണ്. ഈ അവസ്ഥയെ എങ്ങനെ നമുക്ക് തച്ചുടയ്ക്കാം? ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ മനുഷ്യർ പരീക്ഷിച്ച് വിജയിച്ച ശാസ്ത്രം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന, അധികമാരും നിങ്ങളോട് പറയാത്ത വിപ്ലവകരമായ വഴികൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ തുറന്നു കാട്ടുകയാണ്. ഒരു സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ കാണുക, കാരണം ഇത് നിങ്ങളുടെ ആയുസ് കൂട്ടാനുള്ള പോരാട്ടമാണ്. ഭയവും പിരിമുറുക്കവും ശരീരത്തെ തകർക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഭയമോ മാനസിക സമ്മർദ്ദമോ ഉണ്ടാകുമ്പോൾ തലച്ചോറിലെ അമിഗ്ഡാല എന്നൊരു ഭാഗം അപകട സൈറൻ മുഴക്കുന്നു. ഇതോടെ ശരീരം ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലേക്ക് മാറുകയും കോർട്ടിസോൾ, അഡ്രിനലിൻ എന്നീ ഹോർമോണുകൾ രക്തത്തിലേക്ക് അനിയന്ത്രിതമായി ഒഴുകുകയും ചെയ്യുന്നു. ഇത് താൽക്കാലികമായി ജീവൻ രക്ഷിക്കാൻ ഉള്ളതാണെങ്കിലും ദീർഘകാലം ഈ അവസ്ഥ തുടരുമ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, കോശങ്ങൾക്ക് വേഗം വാർദ്ധക്യം ബാധിക്കും. നമ്മുടെ DNA അറ്റത്തുള്ള ടെലോമിയറുകൾ എന്ന സംരക്ഷണ കവചങ്ങളെ കോർട്ടിസോൾ ഹോർമോൺ വേഗത്തിൽ നശിപ്പിക്കുന്നു. ടെലോമിയറുകളുടെ നീളം കുറയുന്നതാണ് മനുഷ്യൻ്റെ ആയുസ് കുറയുന്നതിൻ്റെയും വേഗത്തിൽ വാർദ്ധക്യം ബാധിക്കുന്നതിൻ്റെയും പ്രധാന കാരണം. 2, രോഗപ്രതിരോധ ശേഷി തകരും. വിട്ടുമാറാത്ത സമ്മർദ്ദം പ്രതിരോധ കോശങ്ങളായ WBCകളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്നു. ഇത് അർബുദം, അതായത് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളിലേക്ക് ശരീരത്തെ നയിക്കുന്നു. 3, ഹൃദയസ്തംഭനം ഉണ്ടായേക്കാം. അഡ്രിനലിൻ രക്തക്കുഴലുകളെ സങ്കോചിപ്പിക്കുകയും രക്തസമ്മർദ്ദം ഉയർത്തുകയും ചെയ്യുന്നു. ഇത് ഹൃദയാഘാതത്തിനുള്ള സാധ്യത 400% വരെ വർദ്ധിപ്പിക്കുന്നു. ഇനി ഭയവും പിരിമുറുക്കും തടയാനുള്ള ആരും പറഞ്ഞു തരാത്ത രഹസ്യ വഴികൾ കേട്ടോളൂ. ബോക്സ് ബ്രീത്തിങ് രീതി ഉപയോഗിക്കുക. US നേവി സീലുകൾ കടുത്ത യുദ്ധമുകളിൽ ഭയം നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണിത്. 4 സെക്കൻഡ് ശ്വാസമെടുക്കുക, 4 സെക്കൻഡ് ഉള്ളിൽ പിടിച്ചു വെക്കുക, 4 സെക്കൻഡ് കൊണ്ട് പുറത്തു വിടുക, വീണ്ടും 4 സെക്കൻഡ് ശ്വാസം എടുക്കാതെ നിൽക്കുക. ഇത് തലച്ചോറിനെ ഉടനെ ശാന്തമാക്കും. ടെലോമിയർ സംരക്ഷിക്കുക. ദിവസവും 7 മണിക്കൂർ ആഴത്തിലുള്ള ഉറക്കം ഉറപ്പാക്കുക വഴി കോർട്ടിസോളിൻ്റെ അളവ് കുറയ്ക്കുവാനും DNA ടെലോമിയറുകളുടെ നീളം നിലനിർത്തി ആയുസ് കൂട്ടാനും സാധിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഫോറസ്റ്റ് ബാത്തിങ്, ഷിൻഡിൽ യോക്കു ചെയ്യുക. ജപ്പാനിലെ പ്രശസ്തമായ ഈ രീതി പ്രകൃതിദത്തമായ കാടുകളിലോ മരങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലോ സമയം ചിലവഴിക്കുന്നതാണ്. മരങ്ങൾ പുറപ്പെടുവിക്കുന്ന ഫൈറ്റോൺസൈഡുകളും ശ്വസിക്കുന്നത് വഴി ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണുകൾ 15% കുറയും. വലത് നാഡീശ്വസനം, സൂര്യഭേദന പ്രാണായാമം ചെയ്യുക. വലത് മൂക്കിലൂടെ മാത്രം ശ്വാസമെടുത്ത് ഇടത് മൂക്കിലൂടെ വിടുന്ന ഈ വ്യായാമം ശരീരത്തിലെ സിമ്പതിക് നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിച്ച് ഉന്മേഷം നൽകുകയും ഭയത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇടത് നാഡീശ്വസനം, ചന്ദ്രഭേദന പ്രാണായാമം ചെയ്യുക. ഇടത് മൂക്കിലൂടെ ശ്വാസമെടുത്ത് വലത് മൂക്കിലൂടെ വിടുമ്പോൾ അത് പാരാസിമ്പതിക് നാഡീവ്യൂഹത്തെ ഉണർത്തുന്നു. ഇത് കടുത്ത ആകുലതകളിൽ നിന്നും ഹൃദയമിടിപ്പിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം നൽകും. സുരക്ഷിതമായ സ്ഥലം സങ്കല്പിക്കുക. ഭയം തോന്നുമ്പോൾ കണ്ണുകളടച്ച് നിങ്ങൾ ഏറ്റവും സുരക്ഷിതനായി ഇരിക്കുന്ന ഒരു സ്ഥലം, ഒരു കടൽത്തീരമോ മലമുകളോ സങ്കല്പിക്കുക. ഇത് തലച്ചോറിലെ ആൽഫ തരംഗങ്ങളെ ഉണർത്തുകയും പേടി ഇല്ലാതാക്കുകയും ചെയ്യും. കോൾഡ് പ്ലഞ്ച് തെറാപ്പി ചെയ്യുക. ഐസ് വെള്ളത്തിൽ മുങ്ങി നിവർന്നുകൊണ്ടുള്ള ഈ ഡച്ച് രീതി ശരീരത്തിലെ വേഗസ് നാഡികളെ, വേഗസ് നെർവിനെ ഉത്തേജിപ്പിക്കുകയും തൽക്ഷണം സ്ട്രെസ് ലെവൽ 0 എത്തിക്കുകയും ചെയ്യുന്നു. ബ്രൗൺ ഓയിൽ ശ്രവിക്കുക.
വിമാനത്തിൻ്റെ ഉള്ളിലെ ശബ്ദം പോലെയുള്ള കുറഞ്ഞ ഫ്രീക്വൻസി ശബ്ദങ്ങൾ, അതായത് ബ്രൗൺ നോയ്സ് കേൾക്കുന്നത് തലച്ചോറിലെ അനാവശ്യ ചിന്തകളെയും പേടിയെയും റദ്ദാക്കാൻ സഹായിക്കുമെന്ന് നാഡീശാസ്ത്രം പറയുന്നു. ഗ്രൗണ്ടിങ് ചെയ്യുക. ദിവസം 15 മിനിറ്റ് നഗ്നപാതനായി മണ്ണിലോ പുല്ലിലോ നടക്കുക. ഭൂമിയിലെ നെഗറ്റീവ് ഇലക്ട്രോണുകൾ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുകയും കോർട്ടിസോൾ ക്രമീകരിക്കുകയും ചെയ്യും. വാലന്റൈൻ ഇഫക്റ്റ് ഉണ്ടാക്കുക. പ്രിയപ്പെട്ട ഒരാളുടെ കൈകൾ കോർത്തു പിടിക്കുക. ഇത് ശരീരത്തിൽ ഓക്സിറ്റോസിൻ എന്ന സ്നേഹ ഹോർമോൺ ഉത്പാദിപ്പിക്കുകയും ഭയത്തിൻ്റെ കേന്ദ്രമായ അമിഗ്ദലയെ ശാന്തമാക്കുകയും ചെയ്യും. ഗട്ട് ബ്രെയിൻ ആക്സിസ് ഉത്തേജിപ്പിക്കുക. കുടിലെ നല്ല ബാക്ടീരിയകളാണ് 90% സെറട്ടോണിൻ സന്തോഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. തൈര്, മോര് തുടങ്ങിയ പ്രോബയോട്ടിക് ഭക്ഷണത്തിൽ കഴിച്ച് കുടലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നത് വഴി വിഷാദവും ഭയവും മാറും. ലാവെൻഡർ അരോമ തെറാപ്പി ചെയ്യുക. ലാവെൻഡർ എണ്ണയുടെ സുഗന്ധം ശ്വസിക്കുന്നത് തലച്ചോറിലെ ഗാബ റിസപ്റ്റുകൾ ഉത്തേജിപ്പിക്കുന്നു. ഇത് ഉത്കണ്ഠ കുറയ്ക്കാൻ കഴിക്കുന്ന മരുന്നുകൾക്ക് തുല്യമായി പ്രവർത്തിക്കുന്ന സുരക്ഷിതമായ മാർഗമാണ്. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ നടപ്പിലാക്കുക. കാൽവിരലുകൾ മുതൽ തലവരെയുള്ള ഓരോ പേശികളും 5 സെക്കൻഡ് ശക്തമായി മുറുക്കി പിടിച്ച ശേഷം സാവധാനം അയച്ചുവിടുക. ശരീരത്തിലെ പേശികളുടെ പിരിമുറുക്കം മാറുമ്പോൾ മനസ്സ് തനിയെ ശാന്തമാകും. 4, 7, 8 ശ്വസനതന്ത്രം പ്രയോഗിക്കുക. ഡോക്ടർ ആൻഡ്രൂസ് വെയിൽ വികസിപ്പിച്ച ഈ രീതിയിൽ 4 സെക്കൻഡ് ശ്വാസം എടുക്കുക, 7 സെക്കൻഡ് ഉള്ളിൽ നിർത്തുക, 8 സെക്കൻഡ് കൊണ്ട് വായിലൂടെ പുറത്തുവിടുക. ഇത് നാഡീവ്യൂഹത്തെ ശാന്തമാക്കാനുള്ള പ്രകൃതിദത്ത ശാന്തൌഷധമാണ്. നിശബ്ദവ്രതം, മൗനം പാലിക്കുക. ആഴ്ചയിലൊരിക്കൽ കുറച്ച് മണിക്കൂറുകൾ ആരുമായും സംസാരിക്കാതെ മൗനം പാലിക്കുക. ഇത് തലച്ചോറിലെ കോർട്ടിക്സ് ഭാഗത്തിന് വിശ്രമം നൽകുകയും ചിന്തകളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അശ്വഗന്ധം ഉപയോഗിക്കുക. ഈ അത്ഭുത സസ്യം കോർട്ടിസോൾ ഹോർമോണിൻ്റെ അളവ് 30% വരെ കുറയ്ക്കുമെന്ന് ആധുനിക ക്ലിനിക്കൽ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് പ്രകൃതിദത്ത അഡാപ്റ്റോജനാണ്. ബയോഫീഡ്ബാക്ക് പരിശീലിക്കുക. ഹൃദയമിടിപ്പിൻ്റെ വ്യതിയാനങ്ങൾ, ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഒരു സ്ക്രീനിൽ നോക്കി മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ പഠിക്കുന്ന ഒരു രീതിയാണിത്. ഇതുവഴി സ്വന്തം നാഡീവ്യൂഹത്തെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുക. 70%-ലധികം കൊക്കോ അടങ്ങിയ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് വഴി അതിലെ ഫ്ലവനോയിഡുകൾ രക്തയോട്ടം കൂട്ടുകയും പിരിമുറുക്കം കുറയ്ക്കുകയും ചെയ്യും. വലത്തോട്ട് ചരിഞ്ഞ് ഉറങ്ങുക. വലതുഭാഗം ചരിഞ്ഞ് ഉറങ്ങുന്നത് ഹൃദയത്തിന് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും വാഗസ് നാഡിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തി ശാന്തമായ ഉറക്കം നൽകുകയും ചെയ്യുന്നു. സൊമാറ്റിക് ഷേക്കിംഗ് ചെയ്യുക. മൃഗങ്ങൾ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ശരീരം മൊത്തമായി കുലുക്കാറുണ്ട്. അതുപോലെ പേടി തോന്നുമ്പോൾ 2 മിനിറ്റ് ശരീരം കൈകാലുകളിലിട്ട് നന്നായി കുലുക്കുക. ഇത് പേശികളിൽ കെട്ടിക്കിടക്കുന്ന ഭയത്തിൻ്റെ ഊർജത്തെ പുറന്തള്ളും. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ചെയ്യുക. ദിവസം രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് ചെയ്ത നല്ല കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വയ്ക്കുക. ഇത് തലച്ചോറിനെ പോസിറ്റീവ് ചിന്തകളിലേക്ക് റീപ്രോഗ്രാം ചെയ്യും. ഹമ്മിങ് പ്രാണായാമം, ഭാമരി ചെയ്യുക. ചുണ്ടുകൾ പൂട്ടി എന്ന രീതിയിൽ വണ്ട് മൂളുന്നത് പോലെ ശബ്ദമുണ്ടാക്കുക. ഇത് തലച്ചോറിലും തൊണ്ടയിലും നൈട്രിക് ഓക്സൈഡ് വർദ്ധിപ്പിക്കുകയും ഉത്കണ്ഠ, തൽക്ഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്യുക. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും പൂർണ്ണമായി ഒഴിവാക്കുക. ഫോണിലെ ബ്ലൂ ലൈറ്റ് മെലറ്റോണിൻ ഹോർമോണിനെ നശിപ്പിച്ച് സ്ട്രെസ് കൂട്ടുന്നു. കാപ്പി ഉപയോഗം കുറയ്ക്കുക. കഫീൻ അടങ്ങിയ പാനീയങ്ങൾ അമിതമായി കുടിക്കുന്നത് അഡ്രിനലിൻ കൂട്ടി കൃത്രിമമായ ഭയവും പരിഭ്രാന്തിയും ഉണ്ടാക്കും. പകരം ഗ്രീൻ ടീ ഉപയോഗിക്കുക. ഗ്രീൻ ടീ കുടിക്കുക. ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന എൽത്തിനൈൻ എന്ന അമിനോ ആസിഡ് ഉറക്കം തൂങ്ങൽ ഉണ്ടാക്കാതെ തന്നെ മനസ്സിന് വല്ലാത്തൊരു ശാന്തത പ്രദാനം ചെയ്യുന്നു. കണ്ണുകൾക്ക് വിശ്രമം നൽകുക. 20-20-20 റൂൾ. കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുമ്പോൾ ഓരോ 20 മിനിറ്റിലും 20 അടി അകലെയുള്ള ഒരു വസ്തുവിലേക്ക് 20 സെക്കൻഡ് നോക്കുക. ഇത് കാഴ്ചയിലെ
സമ്മർദ്ദം വഴി തലച്ചോറിലെത്തുന്ന സ്ട്രെസ് സിഗ്നലുകളെ തടയുന്നു. സൂര്യപ്രകാശം ഏൽക്കുക. പുലർകാലെ സൂര്യപ്രകാശം ചർമ്മത്തിലും കണ്ണുകളിലും ഏൽക്കുന്നത് വഴി സെറട്ടോണിൻ ഹോർമോൺ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും രാത്രി കൃത്യമായി ഉറക്കം വരികയും ചെയ്യുന്നു. ഇൻവേർഷൻ തെറാപ്പി ചെയ്യുക. തലകീഴായി നിൽക്കുകയോ നമ്മൾ പറയുന്ന ശീർഷാസനം അല്ലെങ്കിൽ കിടക്കിൽ തല താഴോട്ട് തൂക്കിയിട്ട് കിടക്കുകയോ ചെയ്യുക. ഇത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിച്ച് പേടി ഇല്ലാതാക്കുന്നു. കമമൈൽ ചായ കുടിക്കുക. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കമമൈൽ ചായ കുടിക്കുന്നത് അതിലെ അപ്പിജിനിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് വഴി തലച്ചോറിലെ ഉത്കണ്ഠ കേന്ദ്രങ്ങളെ നിശ്ചലമാക്കുന്നു. കോളിഫ്ലവർ, ബ്രൊക്കോളി കഴിക്കുക. ക്രൂസിഫറസ് ഇനത്തിൽപ്പെട്ട ഈ പച്ചക്കറികളിലെ സൾഫോറോഫേൻ എന്ന ഘടകം തലച്ചോറിലെ വീക്കം, അതായത് ഇൻഫ്ലമേഷനെ കുറയ്ക്കുകയും മാനസിക ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു. ചിരി തെറാപ്പി, ലാഫ്റ്റർ യോഗ ചെയ്യുക. കൃത്രിമമായിട്ടെങ്കിലും ഉച്ചത്തിൽ ചിരിക്കുന്നത് എൻഡോർഫിനുകൾ പുറപ്പെടുപ്പിക്കുകയും ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് പെട്ടെന്ന് താഴെ കൊണ്ടുവരികയും ചെയ്യും. തണുത്ത വെള്ളം മുഖത്ത് തെളിക്കുക. കടുത്ത പരിഭ്രാന്തി ഉണ്ടാകുമ്പോൾ ഐസ് തണുപ്പുള്ള വെള്ളം മുഖത്ത് ശക്തമായി തെളിക്കുക. ഇത് മമേലിയൻ ലൈഫ് റിഫ്ലക്സ് ഉണർത്തി ഹൃദയമിടിപ്പ് പെട്ടെന്ന് സാധാരണ നിലയിലാക്കും. പെറ്റുകളെ വളർത്തുക. നായയോ പൂച്ചയോ പോലുള്ള വളർത്തു മൃഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് വഴി സമ്മർദ്ദമുണ്ടാക്കുന്ന നെഗറ്റീവ് ചിന്തകൾ മാറി മനസ്സ് ശാന്തമാകുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ബിലേറ്റൽ സ്റ്റിമുലേഷൻ ചെയ്യുക. ഭയം തോന്നുമ്പോൾ ഇടത് കൈകൊണ്ട് വലത് കൈകൊണ്ടും മാറി മാറി തുടകളിൽ തട്ടുക. ഇത് തലച്ചോറിൻ്റെ 2 വശങ്ങളെയും ഒരേ സമയം ഉണർത്തി ഉത്കണ്ഠ കുറയ്ക്കുന്നു. ഇത് EMDR തെറാപ്പിയുടെ ഭാഗമാണ്. കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക. ശരീരത്തിൽ ചെറിയ രീതിയിൽ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഉണ്ടായാൽ പോലും അത് കോർട്ടിസോൾ വർദ്ധിപ്പിക്കും. അതിനാൽ കൃത്യമായ ഇടവേളകളിൽ വെള്ളം കുടിക്കുക. വൈകാരികമായ അന്ധത മാറ്റുക. പ്രശ്നങ്ങളെ നിങ്ങളുടെ സ്വന്തം പ്രശ്നമായി കാണാതെ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ പ്രശ്നമായി കണ്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കും. ഇത് വൈകാരികരമായ അന്ധത മാറ്റി വ്യക്തത നൽകും. ടൈം ബോക്സിംഗ് ചെയ്യുക. ദിവസേനയുള്ള ജോലികൾ കൃത്യമായ സമയക്രമത്തിൽ ഒതുക്കുക. തീർക്കാനാകാത്ത ജോലികളുടെ ചിന്തകൾ തലച്ചോറിനെ അനാവശ്യമായി വേട്ടയാടുന്നത് തടയാൻ ഇത് സഹായിക്കും. യൂക്കാലിപ്റ്റസ് ഓയിൽ മസാജ് ചെയ്യുക. കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് യൂക്കാലിപ്റ്റസ് ഓയിൽ ചേർക്കുക. ഇതിലെ സിനിയോൾ എന്ന ഘടകം പേശികൾക്ക് ആശ്വാസം നൽകുകയും ശ്വസനം സുഗമമാക്കുകയും ചെയ്യും. ഒമേഗ 3 കഴിക്കുക. മീനെണ്ണയോ ഫ്ലാക്സ് സീഡുകളോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഒമേഗ 3 തലച്ചോറിലെ കോശങ്ങളുടെ കവചം ശക്തമാക്കുകയും ഉത്കണ്ഠ 20% വരെ കുറയ്ക്കുകയും ചെയ്യും. കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് ചെയ്യുക. ഞാൻ തകർന്നുപോയി എന്ന് ചിന്തിക്കുന്നില്ല, പകരം ഇതൊരു വലിയ പാഠമാണ് എന്ന ചിന്തകളെ മാറ്റി എഴുതുക. ഇത് തലച്ചോറിലെ ന്യൂറൽ പാത്തുകളെ മാറ്റും. മഗ്നീഷ്യം സപ്ലിമെൻ്റ് കഴിക്കുക. മഗ്നീഷ്യം അടങ്ങിയ നട്ട്സുകൾ, ചീര എന്നിവ കഴിക്കുകയോ മഗ്നീഷ്യം സപ്ലിമെൻ്റ് എടുക്കുകയോ ചെയ്യുക. ഇത് നാഡീവ്യൂഹത്തെ ശാന്തമാക്കുന്ന പ്രകൃതിദത്ത റിലാക്സൻ്റാണ്. താളാത്മകമായി നടക്കുക. ഒരേ വേഗത്തിൽ കൈകൾ വീശി 30 മിനിറ്റ് നടക്കുക. ഇത് തലച്ചോറിൽ എൻഡോർഫിൻ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ച് മാനസിക അവസ്ഥ മെച്ചപ്പെടുത്തും. മെലറ്റോണിൻ സൈക്കിൾ സംരക്ഷിക്കുക. രാത്രി 10 മണിക്ക് മുമ്പായി ഇരുണ്ട മുറിയിൽ ഉറങ്ങാൻ കിടക്കുക. ഇരുട്ടിൽ മാത്രം ഉൽപ്പാദിക്കപ്പെടുന്ന മെലറ്റോണിൻ ശരീരത്തിലെ കോശങ്ങളുടെ കേടുപാടുകൾ തീർക്കുന്നു. ആംബിയൻ മ്യൂസിക്കുകൾ കേൾക്കുക. ശാസ്ത്രജ്ഞർ വികസിച്ചെടുത്ത വെയിറ്റ്ലെസ്, മാർക്കോണി യൂണിയൻ പോലുള്ള സംഗീതങ്ങൾ കേൾക്കുന്നത് ഉത്കണ്ഠ 65% വരെ കുറക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക. ഫലത്തെക്കുറിച്ച് അമിതമായി അകലപ്പെടാതെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഭാവിയെക്കുറിച്ചുള്ള ഭയമില്ലാതാക്കാൻ ഇതാണ് ഏറ്റവും മികച്ച മനഃശാസ്ത്രപരമായ വഴി. ഓപ്പൺ മോണിറ്ററിംഗ് മെഡിറ്റേഷൻ ചെയ്യുക. ചിന്തകളെ തടയാൻ ശ്രമിക്കാതെ ഒരു സാക്ഷിയെപ്പോലെ അവ വരുന്നത് നോക്കി നിൽക്കുക. ചിന്തകൾ തനിയെ വന്ന് തനിയെ പോയിക്കോളും. വൈറ്റമിൻ D3 കഴിക്കുക. ശരീരത്തിൽ വൈറ്റമിൻ D3 കുറയുന്നത്
വിഷാദത്തിനും ഭയത്തിനും കാരണമാകാം. ദിവസം രാവിലെ വെയിൽ കൊള്ളുകയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സപ്ലിമെൻ്റ് എടുക്കുകയോ ചെയ്യുക. നല്ല സാമൂഹിക ബന്ധങ്ങൾ നിലനിർത്തുക. മാസത്തിൽ ഒരിക്കലെങ്കിലും പഴയ സുഹൃത്തുക്കളെയോ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളെയോ നേരിട്ട് കണ്ട് സംസാരിക്കുക. ഇത് മാനസിക പ്രതിരോധ ശേഷി കൂട്ടും. സെൽഫ് കമ്പാഷൻ, സ്വയം സ്നേഹിക്കൽ ആവശ്യമാണ്. നിങ്ങളോട് തന്നെ കഠിനമായി പെരുമാറരുത്. തെറ്റുകൾ മനുഷ്യ സഹജമാണെന്ന് മനസ്സിലാക്കി സ്വയം മാപ്പ് നൽകാൻ പഠിക്കുക. ഹെർബൽ ടീ, തുളസി ചായ കുടിക്കുക. തുളസിയിലിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ പ്രകൃതിദത്ത അഡാപ്റ്റോജനായി പ്രവർത്തിച്ച് സ്ട്രെസ് ഹോർമോണുകളെ മെരുക്കുന്നു. നിങ്ങളുടെ ഭയത്തെ എഴുതി വെക്കുക. നിങ്ങൾക്ക് എന്തിനാണോ പേടി അത് കൃത്യമായി ഒരു പേപ്പറിലേക്ക് എഴുതുക. ഭയം അദൃശ്യമായിരിക്കുമ്പോഴാണ് അതിന് ശക്തി കൂടുന്നത്. അത് പേപ്പറിലേക്ക് പകരുമ്പോൾ അതിൻ്റെ തീവ്രത പകുതിയായി കുറയും. സൂപ്പർമാൻ പോസ് വ്യായാമം ചെയ്യുക. 2 കൈകളും ഇടുപ്പിൽ കുത്തി നെഞ്ചു വിരിച്ച് 2 മിനിറ്റ് നിൽക്കുക. ഈ പവർ പോസിംഗ് ടെസ്റ്റോസ്റ്റിറോൺ കൂട്ടുകയും കോർട്ടിസോൾ കുറയ്ക്കുകയും ചെയ്ത് നിങ്ങളിൽ പെട്ടെന്ന് ആത്മവിശ്വാസം നിറക്കും. സുഹൃത്തുക്കളെ, ആയുസ് എന്നത് നമ്മൾ ദിവസവും ജീവിക്കുന്ന ജീവിതത്തിൻ്റെ ബാക്കി പത്രമാണ്. ഭയത്തിലും പിരിമുറുക്കത്തിലും നിങ്ങളുടെ നാളെ കവർന്നു തിന്നാൻ വിട്ടുകൊടുക്കരുത്. ഇന്ന് ഞാൻ പറഞ്ഞ ഈ 52 വഴികളിൽ ഏതെങ്കിലും ചിലത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഓർക്കുക, നിങ്ങളെ തളർത്താൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല, നിങ്ങളുടെ സ്വയം ചിന്തകൾക്ക് അല്ലാതെ. ഈ ചിന്തകളെ ഇന്നു മുതൽ നമ്മൾ മാറ്റി എഴുതുകയാണ്. ഭയത്തെ മറികടക്കൂ, ആരോഗ്യത്തോടെ 100 വർഷം ജീവിക്കൂ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യൂ. അവരുടെ ആയുസ്യം കൂട്ടാൻ ഇത് സഹായിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.